ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു പുതിയ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷ കൊടുക്കാനായിട്ട് എങ്ങനെയാണ് അതിന്റെ ആദ്യ സ്റ്റെപ്പ് ആയിട്ടുള്ള ലേണേഴ്സ് ലൈസൻസിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ലേണേഴ്സ് ലൈസൻസിന് അപേക്ഷ കൊടുക്കാനായിട്ട് അപേക്ഷ കൊടുത്ത് ലേണേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് ലേണേഴ്സിന്റെ ലൈസൻസ് ഉപയോഗിച്ചിട്ടാണ് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ടെസ്റ്റിന് കാര്യങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെ അപേക്ഷ കൊടുക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപേക്ഷ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകളായിട്ടുള്ള ഫോട്ടോ, സിഗ്നേച്ചർ, അഡ്രസ് പ്രൂഫ്, ഏജ് പ്രൂഫ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് അപ്ലൈ ഫോർ ലേണേഴ്സ് ലൈസൻസിന്റെ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മുകളിൽ ലേണേഴ്സ് ലൈസൻസിന്റെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്ലൈ ഫോർ ലേണേഴ്സ് ലൈസൻസിനുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് അപേക്ഷ ഫില്ല് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പ് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക, മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്ലോഡ് ഡോക്യുമെന്റ്, നാലാമത്തെ സ്റ്റെപ്പ് ഫീ പേയ്മെന്റ്. ഇത്രയും സ്റ്റെപ്പുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് നോർമലി. അതിനുശേഷം ലേണേഴ്സ് ലൈസൻസിനുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയാണെന്ന് കരുതുക. സോ പുതുതായിട്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനായിട്ട്, അതായത് നിലവിൽ അയാൾക്ക് മറ്റൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും ഇല്ല, അങ്ങനെയുള്ള സമയങ്ങളിൽ ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയല്ല നമ്മൾ നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അതിനകത്ത് വല്ല ക്ലാസ്സുകളും കൂട്ടിച്ചേർക്കുന്നതിനാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നിലവിൽ ഇപ്പം ഒന്നുമില്ലാത്ത ആൾക്കാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ജനറൽ സെലക്ട് ചെയ്തു. ഇവിടെ കാറ്റഗറി ജനറൽ തന്നെ നിലവിൽ കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ജനറേറ്റ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒതന്റിക്കേറ്റ് വിത്ത് സാരഥി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഫോമാണ് നമുക്ക് ലേണേഴ്സ് ലൈസൻസിന്റെ ആവശ്യത്തിലേക്ക് പൂരിപ്പിക്കാനുള്ളത്. ഇത്രയും ഫോമുകൾ നമുക്ക് ഉണ്ടാവും. ഈ ഒരു ഫോമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഏത് RT ഓഫീസിന്റെ കീഴിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതിവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, പിൻകോഡ് നമുക്ക് എനേബിൾ ആയിരിക്കില്ല, നമ്മൾ അത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഫസ്റ്റ് നെയിം എന്നുള്ള ഭാഗത്ത് ആളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നെയിം എന്നുള്ള ഭാഗത്ത് അവരുടെ ലാസ്റ്റ് നെയിമോ അല്ലെങ്കിൽ ഇനീഷ്യലോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് റിലേഷൻ ആണ്. റിലേഷന്റെ ഭാഗത്ത് ഫാദർ നെയിം അല്ലെങ്കിൽ മദർ നെയിം, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഹസ്ബൻഡ് നെയിം, കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നെയിം ആസ് പെർ റെക്കോർഡ്, അവിടെ പേര് നമ്മൾ കൊടുത്ത പേര് അവിടെ വന്നിട്ടുണ്ടാവും. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏജ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്ത് ആണ്, മാൻഡേറ്ററി അല്ല, അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. ക്വാളിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്ലഡ് ഗ്രൂപ്പ് എന്നുള്ള ഭാഗത്ത് ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലാൻഡ് ലൈൻ നമ്പർ, ഇമെയിൽ ID മാൻഡേറ്ററി അല്ല, നമുക്ക് ഒഴിവാക്കാം. മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കൊടുത്ത് വെരിഫൈ ചെയ്ത മൊബൈൽ നമ്പർ അവിടെ വന്നിട്ടുണ്ടാവും. ഒരു ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ നിർബന്ധമില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐഡന്റിഫിക്കേഷൻ മാർക്സ് 1, മാർക്സ് 2 ഉണ്ട്. നമുക്ക് നിലവിൽ നിർബന്ധമൊന്നുമില്ല, അതായത് മാൻഡേറ്ററി ഡോക്യുമെന്റ് മാൻഡേറ്ററി ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതല്ല. സോ നമുക്കത് സ്കിപ്പ് ചെയ്യാം. അടുത്തായിട്ട് പ്രസന്റ് അഡ്രസ് ആണ്. പ്രസന്റ് അഡ്രസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ സ്റ്റേറ്റ്, ജില്ല, അതുപോലെ തന്നെ സബ് ജില്ല ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹൗസ് നമ്പർ അല്ലെങ്കിൽ ഹൗസിന്റെ വീട്ടുപേര് എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ സെയിം മാസം എന്നുള്ള ബോക്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഏത് തരത്തിലുള്ള വാഹനത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, വിത്തൗട്ട് ഗിയർ എടുക്കാവുന്നതാണ്. സോ അത് സെലക്ട് ചെയ്ത് ഈ ഒരു ആരോ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത ബോക്സിലേക്ക് വരുന്നതാണ്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ LMV എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, 4 വീലർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അല്ല, നമ്മളിപ്പോൾ മോട്ടോർ സൈക്കിളിൽ മാത്രമാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഈ ഒരു അപേക്ഷകൻ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളില് പരിശീലനം പൂർത്തിയാക്കിയ വ്യക്തിയാണോ എന്നുള്ളതാണ്. ആണെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കുമ്പം ഏതാണ് ക്ലാസ് ഇവിടെ കാണിക്കും, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അല്ല എങ്കിൽ നമ്മൾ അത് ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സെൽഫ് ഡിക്ലറേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ യെസും ബാക്കി എല്ലാ ഓപ്ഷനും നോ സെലക്ട് ചെയ്യുക. ഹിയർ ബൈ കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സക്സസ്ഫുള്ളി കാണിക്കും. ബാക്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്ത ചോദ്യം എന്നുള്ളത് എന്തെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളതാണ്. അതിവിടെ യെസ് ഓർ നോ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൺസെന്റ് ബോക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും, അതവിടെ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്കിതിന്റെ
അക്നോളജ്മെന്റ് സ്ലിപ്പ് ലഭിക്കുന്നതാണ്. ആ സ്ലിപ്പ് നമുക്ക് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏജ് പ്രൂഫ്, ഐ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, പെർമനന്റ് അഡ്രസ് പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അതായത് നമ്മൾ 40 വയസ്സിൽ താഴെയുള്ള ആളുകളായതുകൊണ്ട് ഇതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല. 40 സർട്ടിഫിക്കറ്റിന് മുകളിലേക്കാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നത്. നിലവിൽ ഇത്രയാണ് സർട്ടിഫിക്കറ്റ് ആവശ്യം. നെക്സ്റ്റ് ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കറക്റ്റ് ഡയമെൻഷൻ ഉണ്ട്. ആ ഡയമെൻഷനായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവർക്ക് ഇവിടെ വലതു ഭാഗത്ത് ഫോട്ടോയും സിഗ്നേച്ചറും ഒന്നായിട്ട് കാണാനായിട്ട് കഴിയും. താഴേക്ക് വരിക. ഇവിടെ സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരിക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും അടുത്ത ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരിക. ഇവിടെ നമുക്ക് അടുത്തായിട്ട് അപ്ലോഡ് ഡോക്യുമെന്റ് ആണ്. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതിലേക്ക് ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏജ് പ്രൂഫ് ആദ്യം സെലക്ട് ചെയ്യുക. ഏജ് പ്രൂഫ് ആയിട്ട് നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ആധാർ കാർഡ് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട് കാര്യങ്ങൾ ഏതാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. ആ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഏജ് പ്രൂഫ് അപ്ലോഡ് ചെയ്ത ശേഷം അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്യുക. ആധാർ കാർഡ് കറക്റ്റ് ആണെങ്കിൽ അത് തന്നെ നമുക്ക് ആധാർ കാർഡ് വെച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ കൺഫേം ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഫയൽ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം കണ്ണ് ടെസ്റ്റ് ചെയ്തതിന്റെ പേപ്പറാണ്. അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കാൻ ചെയ്തിട്ടുള്ള പേപ്പർ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരിക. ഇവിടെ പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് 2 സ്റ്റെപ്പാണ് ബാക്കിയുള്ളത്. ഒന്ന് പേയ്മെന്റ് അടക്കുക, രണ്ടാമത് ലേണേഴ്സ് ലൈസൻസിന്റെ സ്ലോട്ട് ബുക്ക് ചെയ്യുക. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. 1005 രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ട്രസ്റ്റിൽ സെലക്ട് ചെയ്ത് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പേ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എഗ്രി ബോക്സ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ട്രസ്റ്റ് വഴി ഈ ഒരു പേയ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ നോർമലി ഒരു ലേണേഴ്സ് ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ചെയ്യാനുള്ളത്. അതിനുശേഷം നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഒന്നുകിൽ SMS ആയിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഓപ്ഷൻ കാണിക്കും. ആ രീതിയിലാണ് നമ്മൾ ഒരു ലേണേഴ്സ് ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്നത്.